എന്തായാലും യു.ഡി.എഫ് സർക്കാർ വാക്ക് പാലിച്ചെന്ന് ആശാസമരത്തിന് നേതൃത്വം നൽകിയ എസ് മിനി 24 പറയുകയാണ്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപേയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു. അത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചെറുതായെങ്കിലും ഒരു വർധനവ് വരുത്തുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്. കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും എസ് മിനി പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം സ്ത്രീ തൊഴിലാളികൾ നടത്തിയൊരു സമരത്തെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പരിഹസിച്ചും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു ഗവൺമെന്റിനെ അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. പുതിയൊരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ആദ്യ ക്യാബിനറ്റ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3000 രൂപയുടെ ഒരു വർധനവാണ്. ഞങ്ങളോടൊപ്പം അംഗൻവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും ഒക്കെ ഒരു വേതന വർധനവ് വരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. ഷഫീദ് റാവത്തറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പ്രഖ്യാപനങ്ങൾ അത് നടപ്പാക്കി തുടങ്ങുകയാണ് UDF സർക്കാർ. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് അവർ ഇതിനെ കാണുന്നത്? വിവരങ്ങൾ ഷഫീദ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു പക്ഷേ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു സമരമായിരുന്നു ആശാ സമരം. മാത്രമല്ല, സെക്രട്ടറിയേറ്റിന് മുൻപിൽ ദിവസങ്ങളോളം അവർ നടത്തിയ സമരം പിന്നീട് അത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും സമരം അവസാനിപ്പിച്ചത് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യം നമുക്കറിയുകയും ചെയ്യാം. അന്നടക്കം സമരപന്തലിലേക്ക് എത്തിയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർക്ക് കൊടുത്ത ഉറപ്പായിരുന്നു UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരുടെ പ്രശ്നം പരിഹരിക്കും, അവരെ ചേർത്തു പിടിക്കും എന്നുള്ളത്. മാത്രമല്ല, ഈ UDFന്റെ വിജയത്തിന് ശേഷം കന്റോൺമെന്റ് ഹൗസിലേക്ക് VD സതീശനെ കാണാനെത്തിയ ആശമാരോട് നിങ്ങളെ ഒരിക്കലും മറക്കില്ല എന്നുള്ളതായിരുന്നു VD സതീശൻ പറഞ്ഞ കാര്യം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായ ഒന്ന് അത് ആശാ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 12,000 രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവരുടെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് തീരുമാനം, അത് സർക്കാരിന്റെ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ച് തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നമുക്കറിയാം ആദ്യ 2 കാര്യങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതടക്കം നേരത്തെ കൊടുത്ത ഉറപ്പ് പലതും പാലിക്കപ്പെടുന്ന കാഴ്ചയാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നമ്മൾ കണ്ടത്. ഈ ആശാ സമരത്തെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ UDFന് ഉണ്ടായിരുന്ന ധാരണ അതവർ ഇപ്പോൾ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനം ഇപ്പോൾ അവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.